എല്ലാവർക്കും റിവിഷൻ LDC റിവിഷൻ സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിവസമൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്ത് നമ്മൾ ഇന്നിനി പഠിക്കാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രമാണ്. കേരള ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട അടുത്തിടെ 2021, 22, 23, 24 PSC ചോദിച്ചിട്ടുള്ള LDC ലെവലിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. മാക്സിമം ഇത് ഉപകാരപ്രദമാവുന്ന ക്ലാസ്സാണ് ഇനി വരുന്ന എക്സാം LDC എഴുതുന്ന കൂട്ടുകാർക്ക്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നിന്ന് 2 മാർക്കാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ 2 മാർക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ റിവിഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. മാക്സിമം കൂട്ടുകാർ അത് കാണാൻ ശ്രമിക്കുക ഇന്ത്യൻ ജിയോഗ്രഫിയുടെ. അതുപോലെ തന്നെ അടുത്ത 2 മാർക്ക് കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം ആ മാർക്ക് നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം കേരള ഭൂമിശാസ്ത്രം നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നൊരു മേഖലയാണ് കേരള ഭൂമിശാസ്ത്രത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള ഭൂമിശാസ്ത്രത്തിൽ വരുന്നത് എന്താണ്? ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, അതുപോലെ തന്നെ കാലാവസ്ഥ, അങ്ങനെയാണ് തുടങ്ങിയ സിലബസാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ് മുമ്പോട്ട് തുടർന്ന് പോകാൻ പറ്റൂ. ഇനിയിപ്പോൾ നമ്മളിനിപ്പോൾ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും അതുപോലെ തന്നെ കറണ്ട് അഫയറിൻ്റെ ഒക്കെ റിവിഷൻ ക്ലാസ് ഒട്ടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. അപ്പോൾ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം PSC ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ണൂർ ശരിയാണ്. കണ്ണൂർ കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. കാസർഗോഡും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല. പാലക്കാട് കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല. പാലക്കാട് തമിഴ്നാടുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? 1ഉം 2ഉമാണ് ആൻസർ ആയിട്ടിരുന്നത്. 1ഉം 2ഉം, അതായത് കണ്ണൂരും കാസർഗോഡുമാണ് നമ്മുടെ കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. പിന്നെ ഏത് ജില്ലയാണ്? കണ്ണൂർ, കാസർഗോഡ്, വയനാട് എന്നീ 3 ജില്ലകളാണ് നമ്മുടെ കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന നമ്മുടെ കേരളത്തിലെ ജില്ലകളായിട്ട് വരുന്നത്. മാർക്കല്ലേ? അതുപോലെ തന്നെ കേരളമായിട്ട് സംബന്ധിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ കേരളത്തിൻ്റെ വിസ്തൃതി സ്ഥിരമായിട്ട് BSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേരളത്തിൻ്റെ വിസ്തൃതി അതൊന്ന് അറിഞ്ഞു നിൽക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 38,863 കേട്ടോ. 38,863 ചതുരശ്ര കിലോമീറ്റർ. ഈ ഒരു നമ്പർ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. കാണാതെ പഠിച്ചങ്ങ് വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഇനി വരുന്ന LDC എക്സാംസിന്. കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്ററും. അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ലൊക്കേഷനൊക്കെ ചോദിക്കും. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വരുന്നത് 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് നോർത്ത് ആൻഡ് 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് നോർത്തും, അതുപോലെ തന്നെ 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡ് ആൻഡ് അതുപോലെ തന്നെ 77 ഡിഗ്രി 37 മിനിറ്റ് 12 ഡിഗ്രി ഈസ്റ്റുമാണ് വരുന്നത് കേരളത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് മലനാട്, ഇടനാട്, തീരപ്രദേശമൊക്കെ അല്ലേ, അതൊക്കെ PSC ചോദിക്കാറുള്ളതാണ്. മലനാട് നമുക്ക് എത്ര ശതമാനമാണ് കേരളത്തിലെ മലനാട് പ്രദേശം വരുന്നത്? ഏറ്റവും കൂടുതൽ മലനാടാണ്. മലനാട് 48% മലനാടാണ് കേട്ടോ. മറക്കല്ലേ, 48% മലനാടും. ഇടനാട് വരുന്നത് 42% ഇടനാടും. അതുപോലെ തന്നെ തീരപ്രദേശം വെറും 10% വരുന്നത്. അപ്പോൾ മറക്കല്ലേ, ഏറ്റവും കൂടുതൽ മലനാടാണ്, ഏറ്റവും കുറവ് തീരപ്രദേശം. മലനാട് 48%, ഇടനാട് 42%, തീരപ്രദേശം 10%. അതുപോലെ തന്നെ ഉയരം ചോദിക്കാറുണ്ട് PSC. അപ്പം തീരപ്രദേശത്തിൻ്റെ ഇത് വരുന്നത് 7.5 മീറ്റർ താഴെയാണ് തീരപ്രദേശം വരുന്നത് കേട്ടോ. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് 7.5 മീറ്റർ 7.5 മീറ്റർ താഴെയാണ് തീരപ്രദേശം വരുന്നത്. അതുപോലെ തന്നെ ഇടനാട് വരുന്നത് 7.5നും 75 മീറ്ററിന് ഇടയ്ക്കാണ് ഇടനാടിൻ്റെ ഹൈറ്റ് വരുന്നത്. 7.5നും 75 മീറ്ററിനും ഇടയ്ക്കാണ് ഇടനാടിൻ്റെ വരുന്നത്. അപ്പോൾ ഓൾറെഡി മലനാടിൻ്റെ എത്ര ആയിരിക്കും? 75 മീറ്ററിന് മുകളിലായിരിക്കും മലനാടിൻ്റെ ഹൈറ്റ് വരുന്നത്. 75 മീറ്ററിന് മുകളിലായിരിക്കും മലനാടിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ഫാക്റ്റായിട്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 താലൂക്കുകളുണ്ട് നമ്മുടെ കേരളത്തിൽ കേട്ടോ. നിലവിൽ നമ്മുടെ കേരളത്തിൽ 78 താലൂക്കുകളുണ്ട്. 78 താലൂക്കുകൾ. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് മുനിസിപ്പാലിറ്റികൾ 87ആണ്. മുനിസിപ്പാലിറ്റികൾ തിരിച്ചിട്ടാൽ നമ്മുടെ താലൂക്കിൻ്റെ എണ്ണം കിട്ടും. മനസ്സിലായോ? ഇതിനകത്ത് തന്നെ നമുക്ക് വേറൊരു ഫാക്റ്റും ഉടനെ തന്നെ പഠിച്ചെടുക്കാം. മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എന്നാണ് ഇത് തിരിച്ചിട്ടാൽ മതി. 87 മുനിസിപ്പാലിറ്റികൾ
മുനിസിപ്പാലിറ്റികൾ തിരിച്ചിട്ട താലൂക്കാവും, താലൂക്ക് തിരിച്ചിട്ട മുനിസിപ്പാലിറ്റി ആവും. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചോ. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 78 താലൂക്കുകളാണ് കേരളത്തിൽ മൊത്തം വരുന്നത്. അതുപോലെ തന്നെ 14 ജില്ലകളാണ് കേരളത്തിൽ വരുന്നത്, അതെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ 14 ജില്ലാ പഞ്ചായത്തുകളാണ് വരുന്നത്. 14 ജില്ലാ പഞ്ചായത്തുകളാണ് വരുന്നത്. അതുപോലെ തന്നെ 87 മുനിസിപ്പാലിറ്റികൾ, 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു കണ്ടോൺമെൻറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ കണ്ടോൺമെൻറ്റ്. അതുപോലെ തന്നെ ലോക്സഭാ സീറ്റുകൾ 20 എണ്ണമാണ് വരുന്നത്. അതിനകത്ത് 2 സംവരണ സീറ്റുകളുണ്ട്. രാജ്യസഭാ സീറ്റുകൾ കേരളത്തിൽ നിന്ന് 9 എണ്ണമാണ് രാജ്യസഭാ സീറ്റുകൾ വരുന്നത്. പിന്നെ നിയമസഭ 140 സീറ്റുകളാണ് നിയമസഭയിൽ വരുന്നത്, അത് അറിയാമല്ലോ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇത്രയും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ക് ഓർക്കണേ, 78 താലൂക്കുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ കേട്ടോ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ ആണ് വരുന്നത് കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇത്രയും വേണം നമുക്ക് വരുന്ന കേരളത്തിലെ. പിന്നെ പഞ്ചായത്തുകളും വരുന്നുണ്ട്. 941 ഗ്രാമപഞ്ചായത്തുകളൂടെ വരുന്നുണ്ട്, അതോടെ ഓർത്തിട്ടാണ് 941 ഗ്രാമപഞ്ചായത്തുകളൂടെ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഏതൊക്കെയാണ്? കായലുകളാണ് തന്നിരിക്കുന്നത്. ശാസ്താംകോട്ട, അഷ്ടമുടി, പൂക്കോട്, വെള്ളായണി തടാകം. അപ്പോൾ ഇതിനകത്ത് കൂട്ടത്തിൽ പെടാതെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ശാസ്താംകോട്ടയും പൂക്കോട് തടാകവും വെള്ളായണി തടാകവും എന്താണ്? ശുദ്ധജല തടാകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഷ്ടമുടിക്കായൽ ശുദ്ധജല തടാകമല്ല. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്, അഷ്ടമുടിക്കായലാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ശാസ്താംകോട്ട കായലാണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം വരുന്നത് ഏതാണ്? പൂക്കോട് തടാകമാണ്. വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ് വരുന്നത്. അടുത്തത് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുമെന്നാണ്. അപ്പോൾ ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയായിട്ടുള്ളതാണ്, പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നത്, അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്, ശരിയാണ്. അതുപോലെ തന്നെ എടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അതും ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്നാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് റിവറിൻ്റെ കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക എന്നാണ്, ചേരാത്ത ജോഡി എന്നാണ്. അപ്പം നോക്കാം. പള്ളിവാസൽ ഇടുക്കി ശരിയാണ്. കുറ്റ്യാടി കോഴിക്കോട് ശരിയാണ്. അതുപോലെ തന്നെ കല്ലട കൊല്ലം ശരിയാണ്. അതുപോലെ തന്നെ ഷോളയാർ പാലക്കാടാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്, ജോഡി കിട്ടുക തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ബി. ഷോളയാർ പാലക്കാടാണ് തെറ്റായിട്ടുള്ള ഇത് വരുന്നത്. ഷോളയാർ എവിടെയാണ് വരുന്നത്? തൃശ്ശൂരല്ലേ വരുന്നത്. ഷോളയാർ തൃശ്ശൂരാണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്ത ഏതാണ്? ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്ത വന്യജീവി സങ്കേതം എന്നാണ്. നമുക്കറിയാം കുറിഞ്ഞിമലയും ചിന്നാറും പെരിയാറും ഇടുക്കി ജില്ലയിലാണ്. ആറളം ആണ് ഇവിടെ ബന്ധമില്ലാത്തത്. ആറളം വന്യജീവി സങ്കേതം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഇപ്പോഴേ പഠിച്ചു വെച്ചോ, ആറളം അറിയാത്തവർ പഠിച്ചു വെച്ചോ. ആറളം വന്യജീവി സങ്കേതം വരുന്നത് കണ്ണൂർ ജില്ലയാണ്. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് വന്യജീവി സങ്കേതങ്ങളും അത് ഏത് ജില്ലയിലാണ് വരുന്നതെന്നുള്ളതൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെക്കാം. ഓരോന്നും ഞാൻ പറഞ്ഞു പോകാൻ, നിങ്ങൾ കേട്ടിരുന്നാൽ മതി, നിങ്ങൾ ഓർമ്മയിലോട്ട് കൊണ്ടുവരിക. ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. നെയ്യാർ എന്ന് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, തിരുവനന്തപുരമാണ് നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. അതുപോലെ തന്നെ പീച്ചി വാഴാനി വന്യജീവി സങ്കേതം, പീച്ചി എന്നൊക്കെ കേൾക്കുമ്പോൾ തൃശ്ശൂർ ഓർത്തോണേ. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം എവിടെയാണ്? തൃശ്ശൂരാണ് വരുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലാണ്. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. തട്ടേക്കാട് വന്യജീവി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. അതുപോലെ തന്നെ ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം എവിടെയാണെന്ന് ചോദിക്കുന്നതാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ മലബാർ വന്യജീവി സങ്കേതം, ഈ മലബാർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ മലപ്പുറം ഒന്നും കറപ്പിച്ചേക്കല്ല്. മലബാർ വന്യജീവി സങ്കേതം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. മലബാർ വന്യജീവി സങ്കേതം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ തന്നെ ചൂളന്നൂർ വന്യജീവി സങ്കേതം വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. ചൂളന്നൂർ വന്യജീവി സങ്കേതം വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഫോം ചെയ്ത വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതം വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് ഏറ്റവും അവസാനമായിട്ട് വന്ന വന്യജീവി സങ്കേതം. അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കരിമ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? വളരെ എളുപ്പമല്ലേ. വരയാടുകളെ പ്രധാനമായി കാണുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലല്ലേ, ദേശീയോദ്യാനത്തിലല്ലേ. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അടുത്തത്
കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. അപ്പോൾ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളാണ് ബേപ്പൂർ കോഴിക്കോട്, നമുക്കറിയാം ബേപ്പൂർ കോഴിക്കോട് ജില്ലയിലെ തുറമുഖമാണ്. മുനമ്പം എവിടെയാണ്? മുനമ്പം എറണാകുളം. അതുപോലെ തന്നെ ശക്തികുളങ്ങര ആലപ്പുഴ ജില്ലയിലാണോ? അല്ല, ശക്തികുളങ്ങര വരുന്നത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ തോപ്പുംപടി വരുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലല്ല, എറണാകുളം ജില്ലയിലാണ് വരുന്നത്. അഴീക്കൽ തുറമുഖം വരുന്നത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് തന്നിരിക്കുന്നത്? ഇവിടെ യോജിക്കുന്നവ കണ്ടെത്താനാണ് തന്നിരിക്കുന്നത്. യോജിക്കുന്നവ ഏതൊക്കെയാണ്? 1, 2, 5 വില. 1, 2, 5. 1, 2 ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. കേരള തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ശരിയാണ്. ഇടുക്കി ജില്ലയിൽ നമുക്കറിയാം തീരപ്രദേശമില്ല, വയനാട് ജില്ലയിലില്ല, കോട്ടയം ജില്ലയിലില്ല, പാലക്കാട് ജില്ലയിലില്ല, പത്തനംതിട്ട ജില്ലയിലുമില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത് നോക്കാം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം ജില്ല ആണോ? ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള തിരുവനന്തപുരം ജില്ലയാണോ? ഒരിക്കലുമല്ല. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത് മലപ്പുറം ജില്ലയാണ്. ക്യാപിറ്റലും വലിയ ജില്ലയാണ് തിരുവനന്തപുരം എന്നൊക്കെ വെച്ചോട്ട് കറപ്പിക്കല്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. മലപ്പുറത്തല്ലേ ജനസംഖ്യ കൂടുതൽ, ജനം കൂടുതലുള്ളിടത്തല്ലേ ഗ്രാമപ്രദേശങ്ങൾ വരുന്നത്. അങ്ങനെ പഠിച്ചു വെച്ചോ. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം അല്ല, മലപ്പുറമാണ്. അതുപോലെ തന്നെ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പോയിട്ടുള്ളവർ എത്ര ഉണ്ടെന്ന് നിങ്ങൾ ഒട്ടുമിക്ക പേരും കാസർഗോഡ് ജില്ലയിൽ പോയി കാണും. അല്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ മലയാളം പറയും. അതുപോലെ തന്നെ ഏതാണ് 6-7 ഭാഷകളോളം പറയും. കന്നഡ അടുത്ത് കിടക്കുന്നതുകൊണ്ട് കന്നഡ പറയും, തുളു പറയും. അങ്ങനെ തുടങ്ങി നിരവധി ഭാഷകൾ കാസർഗോഡ് ജില്ലയിൽ നിങ്ങളിത് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊന്നും മനസ്സിലാകത്തില്ല. സാധാരണ നമ്മളെപ്പോലുള്ള മധ്യ കേരളത്തിലെ അല്ലാത്ത വേറെ ജില്ലകളിൽ ജീവിക്കുന്നവർ കാസർഗോഡ് പോയി 1-2 ദിവസം നിന്ന് കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഭാഷ ഒട്ടുമേ മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതാണ് അവിടെ പല ഭാഷകളാണ്. അങ്ങനെ കൊടുത്തുവച്ചോ. അപ്പോൾ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. ഇനി മറക്കല്ലേ, സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡ് മറക്കല്ല്. പിന്നെ കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂരാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ശരിയല്ലാത്തതാണ് ചോദിച്ചത്. ശരിയല്ലാത്തത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്, 2 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ നോക്കാം. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. തെറ്റല്ലേ? കൊല്ലം മുതലല്ലല്ലോ വേമ്പനാട്ട് കായൽ വരുന്നത്. വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ. കൊല്ലം വരത്തില്ല. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു വെച്ചോ. വേമ്പനാട്ട് കായൽ ഒഴുകുന്നത് ശാഖകളായി ഒഴുകുന്നത് എറണാകുളം, കോട്ടയം, ആലപ്പുഴ. വേമ്പനാട്ട് കായൽ ഇപ്പോഴേ പഠിച്ചു വെച്ചോ. അതുപോലെ തന്നെ വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് നമുക്കറിയാം. വേമ്പനാട്ട് കായലിലെ പുന്നമടയിലാണ് പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത്. എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ തന്നെ നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 2ഉം 3ഉമാണ് ശരിയായത് വരുന്നത്. 2, 3 ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്, മറക്കല്ലേ. അടുത്തത്, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കണ്ടോ, ശരിയല്ലാത്തത് കണ്ടെത്തുമെന്നാണ്. അപ്പോൾ നോക്കാം. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. 244 നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ഇടമലയാർ മുതിരമ്പുഴ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. മുതിരമ്പുഴ എന്ന് പറയുന്നത് ആരുടെയാണ്? പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരമ്പുഴ. അപ്പോൾ 2ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതുപോലെ തന്നെ ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പമ്പാ നദി ഒഴുകുന്നത് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെയാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് 2 മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ മുതിരമ്പുഴ പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരമ്പുഴ കേട്ടോ.
അടുത്തത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടോ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുന്നതാണ്. അപ്പോൾ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. അപ്പോൾ ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചോ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. മണി ഉണ്ടെങ്കിൽ, മണി എന്ന് പറയുന്നത് പൈസ എന്നല്ല അർത്ഥം, മണി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ജലവൈദ്യുത പദ്ധതി തുടങ്ങാൻ പറ്റും. അപ്പോൾ മണി ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു 6 കെട്ടാൻ സാധിക്കും എന്നൊക്കെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. മറക്കല്ലേ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡയാണോ? തെറ്റല്ലേ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡയല്ല, പിന്നെ ഏതാണ്? ചൈനയാണ്. ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ചൈനയാണ്, മറക്കല്ലേ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരിയാണോ? അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. ശബരിഗിരി അല്ലല്ലോ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി അല്ല, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദനശേഷി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലല്ലേ. 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദനശേഷി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴേ പഠിച്ചു വെച്ചോ. 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദന ശേഷി. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ 2, 3 അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽത്തീരം വളരെ എളുപ്പമല്ലേ. കണ്ണൂർ ജില്ലയിലല്ലേ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. പഠിച്ചു വെച്ചോണം, അറിയാത്തവർ പഠിച്ചു വെച്ചോണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത് കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? നിലവിലിപ്പം പാലക്കാടാണ്. നിലവിലിപ്പം ഇടുക്കി ജില്ലയാണ്. പാലക്കാടായിരുന്നു, ഇപ്പോൾ ഒരു കറണ്ടായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, ഇടുക്കി ജില്ലയായിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അപ്പോൾ നിങ്ങൾ പഴയ രീതിയിൽ പഠിച്ചു പോകുന്നവർ പാലക്കാട് നിന്ന് പോയി കറപ്പിക്കല്. കറണ്ട് അഫെയർ ആയിട്ട് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇപ്പം നിലവിൽ ഇടുക്കി ജില്ലയാണ്. അതെന്താ മാറാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എറണാകുളത്തിലെ ഈ കുട്ടമ്പുഴ, അതായത് നമ്മുടെ എറണാകുളത്തിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭാഗങ്ങൾ ഇടുക്കി ജില്ലയുമായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇടുക്കി ജില്ലയുടെ വില്ലേജുമായിട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടുക്കി ജില്ല വലുതായിട്ടുണ്ട്. അങ്ങനെയാണ് ഇടുക്കി ഇപ്പം നിലവിലെ ഏറ്റവും വലിയ ജില്ലയായത്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ വിസ്തൃതി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും വലിയ ജില്ലയാണ് അത് ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചോ. 4612 ചതുരശ്ര കിലോമീറ്ററാണ് ഇടുക്കി ജില്ലയുടെ നിലവിലെ ഇപ്പോഴത്തെ വിസ്തൃതി വരുന്നത്. 4612 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ഒരു 5 ജില്ലകളെ നോക്കാം. PSC ചിലപ്പോൾ അങ്ങനെ ചോദിച്ചാലോ, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ തന്നിരിക്കുന്നതിൽ 5 ജില്ലകളിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാലോ. അപ്പോൾ ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകാം. ഏറ്റവും വലുത് ഇടുക്കി ജില്ലയാണ്. അത് കഴിഞ്ഞ് ഏതായിരിക്കും? പാലക്കാട് ജില്ലയാണ്. ഓഫ് കോഴ്സ്ലി പാലക്കാട് ജില്ലയാണ്. ഇടുക്കി, പാലക്കാട്. അത് കഴിഞ്ഞാൽ വരുന്നത് മലപ്പുറമാണ്. മലപ്പുറം കഴിഞ്ഞാൽ തൃശ്ശൂരാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ എറണാകുളമാണ് വരുന്നത് കേട്ടോ. എറണാകുളമായിരുന്നു മുമ്പ്. ഇപ്പം എറണാകുളത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാറിക്കൊണ്ട് തന്നെ എറണാകുളത്തെ ഇത് ചെയ്ത് തൃശ്ശൂർ വന്നിട്ടുണ്ട്. അപ്പം ഓർത്ത് വെച്ചോ, വലിപ്പത്തിൻ്റെ ഓർഡറിൻ്റെ പട്ടിക വരുമ്പോൾ ഇടുക്കി ജില്ല വരും. അത് കഴിഞ്ഞാൽ പാലക്കാട് വരും. അത് കഴിഞ്ഞാൽ മലപ്പുറം വരും. അത് കഴിഞ്ഞാൽ ഏതാണ്? തൃശ്ശൂർ വരും. തൃശ്ശൂർ കഴിഞ്ഞാലാണ് നമ്മുടെ എറണാകുളം ജില്ല വരുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം. മറക്കല്ലേ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഒരു 5 ജില്ലകളിലേലും വലിപ്പം പഠിച്ചു വെക്കണേ ഓർഡറിൽ. അടുത്തത് പാത്രക്കടവ് വെള്ളച്ചാട്ടം വരുന്നത് എവിടെയാണ്? പാത്രക്കടവ് വെള്ളച്ചാട്ടം വരുന്നത് കുന്തിപ്പുഴയിലാണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം വരുന്നത്. അപ്പോൾ പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? കുന്തിപ്പുഴ നദിയുടെ ഭാഗമാണ്. കുന്തിപ്പുഴ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് എന്താണ് പ്രത്യേകത? നമ്മുടെ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് നമ്മുടെ ഈ കുന്തിപ്പുഴ. അപ്പോൾ മലിനീകരണം ഏറ്റവും കുറവുള്ള നദിയാണ്. അഴുക്കുകളൊക്കെ കുറഞ്ഞ നദിയാണ് ഈ കുന്തിപ്പുഴ എന്ന് പറയുന്നത് കേട്ടോ. കുന്തിപ്പുഴ പാലക്കാട് ജില്ലയിലാണ് ഒഴുകുന്നത്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് കുന്തിപ്പുഴ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്തത് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? നവീന ശിലായുഗമാണ്. പ്രാചീനമൊന്നും എഴുതല്ലേ, നവീന ശിലായുഗമാണ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. വയനാട് ജില്ലയിലെ എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? ഓപ്ഷൻ സി നവീന ശിലായുഗം. എടക്കൽ ഗുഹകളെ പറ്റി ഏത് ജില്ലയിലാണ്? സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. എടക്കൽ ഗുഹകൾ ഏത് ജില്ലയിലാണ്? അപ്പോൾ ഓൾറെഡി നമുക്ക് ഓപ്ഷനിൽ തന്നെ തന്നിട്ടുണ്ട്, വയനാട് ജില്ലയിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല. അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ പഠിക്കാമല്ലോ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലല്ലേ ഏറ്റവും കൂടുതൽ തീരപ്രദേശം ഉള്ളത്?
അപ്പം അതുകൊണ്ട് തന്നെ കണ്ടൽക്കാടുകളും കൂടുതലാണെന്ന് ഓർത്ത് വെച്ചോ. കണ്ണൂർ ജില്ലയിലാണ്. പിന്നെ കണ്ണൂർ ജില്ലയുടെ പ്രത്യേകത എന്താണ്? കണ്ണൂർ ജില്ല സ്ത്രീ പുരുഷ അനുപാതമൊക്കെ കൂടിയ ജില്ലയാണ് കണ്ണൂർ ജില്ലയായിട്ട് വരുന്നത്. സ്ത്രീ പുരുഷ അനുപാതം, കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ലയാണ് കണ്ണൂർ ജില്ല. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സൈലൻറ്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിക്കപ്പെട്ട വർഷം. നോട്ട് ചെയ്തോണേ, സൈലൻറ്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നാണ് 1984. ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പ്രഖ്യാപിക്കപ്പെട്ടതും നിലവിൽ വന്നതും 2 ഡേറ്റാണ്, രണ്ട് വർഷമാണ്. അതുപോലെ തന്നെ 2 പേരുമാണ് രണ്ടും ചെയ്തത്. ഞാൻ പറഞ്ഞുതരാം. 1984 സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ആരാണ് പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധിയാണ് 1984 സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. പക്ഷേ നിലവിൽ വന്നത് 1985. അപ്പോൾ 1985 ആകുമ്പോഴത്തേനും ഇന്ദിരാഗാന്ധിയൊക്കെ മരിച്ചു. അത് കഴിഞ്ഞ് വന്നത് രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ 1985 സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ മറക്കല്ലേ, 1984 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. 1985 ആരാണ്? അവരുടെ മോനായ രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു സൈലൻറ്റ് വാലി കേട്ടോ. പിന്നെ സൈലൻറ്റ് വാലിയെക്കുറിച്ച് പറയണമെങ്കിൽ സൈലൻറ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. മറക്കല്ലേ, സൈലൻറ്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് 2007. മറക്കല്ലേ, ഈ ഡേറ്റ് ഒന്നും മറക്കല്ലേ. 2007 സൈലൻറ്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത്. പിന്നെ സൈലൻറ്റ് വാലി എന്ന് പറയുമ്പോൾ എന്താണ്? നിത്യഹരിത മഴക്കാട് എന്നാണ് അറിയപ്പെടുന്നത്. സൈലൻറ്റ് വാലി നിത്യഹരിത മഴക്കാട് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് സൈലൻറ്റ് വാലി എന്നുള്ള പേരിട്ടത് ഒരു ബ്രിട്ടീഷുകാരനാണ്. ആ ബ്രിട്ടീഷുകാരൻ്റെ പേര് PSC ഉപയോഗിക്കുന്നതാണ് റോബർട്ട് വൈറ്റ് കേട്ടോ. റോബർട്ട് വൈറ്റ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരനാണ് സൈലൻറ്റ് വാലിക്ക് പേര് നൽകിയത്. അതുപോലെ തന്നെ സൈലൻറ്റ് വാലി എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ സൈലൻറ്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദിയാണ് നമ്മുടെ കുന്തിപ്പുഴ. കുന്തിപ്പുഴ എന്ന് പറയുന്നത് എന്താണ്? മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. അപ്പം ഉത്ഭവിക്കുന്ന നദിയുമുണ്ട്, ഒഴുകുന്ന നദിയുമുണ്ട്. ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ കൺഫ്യൂഷൻ ആവല്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. അപ്പോൾ സൈലൻറ്റ് വാലിയിലൂടെ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴ. ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. മറക്കല്ലേ, തിരിഞ്ഞു പോകല്ലേ. അടുത്തത് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. മറക്കല്ലേ, ബാണാസുര സാഗർ അണക്കെട്ട് വയനാട് ജില്ലയിലാണ് വരുന്നത്. അപ്പം കുറച്ച് അണക്കെട്ടുകളൊക്കെ പഠിച്ചിട്ട് പോകണേ. ഏതൊക്കെ ജില്ലയിലാണെന്നൊക്കെ ഉള്ളത് പഠിച്ചിട്ട് പോകണം. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. ബാണാസുര സാഗർ വയനാട് നിങ്ങൾക്ക് കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് ഇത് നോക്കിയിട്ട് പോകണേ. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം വരുന്നത് കഞ്ചിക്കോടാണ്. കഞ്ചിക്കോട് കാറ്റാടിപ്പാടമാണ്. കഞ്ചിക്കോട് കാറ്റാടിപ്പാടം എവിടെയാണ് വരുന്നത്? നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് കഞ്ചിക്കോട് കാറ്റാടിപ്പാടം വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ, അതെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ഷൊർണൂരാണ് കേട്ടോ. ഷൊർണൂരാണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഷൊർണൂരാണ് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കേരളത്തിൽ. അടുത്തത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? നമ്മൾ ആദ്യമേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പം ഇത് ഡിസ്കസ് ചെയ്താണ് ഉയരം എത്രയാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ളത് ഏതായിരിക്കും? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ബി ഇടനാടാണ് വരുന്നത്. 75 മീറ്റർ കൂടുതലാണെങ്കിൽ മലനാടാണ്. 7.5 മീറ്റർ താഴെയാണെങ്കിൽ ഏതാണ്? തീരപ്രദേശമാണ് വരുന്നത്. മറക്കല്ലേ. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഓപ്ഷൻ ഡി ശാസ്താംകോട്ട കായലാണ്. ചെറുത് പൂക്കോട് കായലാണ്. മറക്കല്ലേ. അടുത്തത് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്താണ്. വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ തിരകൾ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഇല്ലേ. അപ്പം ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം വേമ്പനാട്ട് കായലാണ്. ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് കൊല്ലം എന്നൊക്കെ ചേർത്ത് തരും, കറപ്പിക്കല്ല്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു വെച്ചാൽ വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലൂടെയാണ് വ്യാപിച്ച് കിടക്കുന്നത് കേട്ടോ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ആണ് വേമ്പനാട്ട് കായൽ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം. അപ്പോൾ കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ സി 11 ഈ കണക്കറിഞ്ഞിരുന്നാൽ മതി. 11 നദികളുടെയും കിലോമീറ്റർ നമ്മൾ പഠിച്ചിരിക്കണമെന്നില്ല. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികൾ എത്ര ആണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓഫ് കോഴ്സ് അത് എത്രയാണ്? 11 നദികളാണ്. 11 നദികളിലാണ് 100 കിലോമീറ്ററിലേറെ നീളമുള്ളത് കേട്ടോ.
അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇനി കുറച്ച് നദികളുടെ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ കേട്ടിരുന്നാൽ മതി. അതായത് 5 നദികളുടെ നീളത്തിൽ 5 വലിയ 5 നദികളുടെ പേര് നമുക്ക് നോക്കാം. ഫസ്റ്റ് പെരിയാറാണ് വരുന്നത്. പെരിയാറിൻ്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 244 കിലോമീറ്ററാണ് പെരിയാർ വരുന്നത്. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ വരുന്നത്. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ശിവഗിരി സഹ്യപർവ്വതത്തിൻ്റെ ശിവഗിരി മലകളിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. പെരിയാറിനെ നമ്മുടെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നാണ് അറിയപ്പെടുന്നത്. പെരിയാറിനെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ശങ്കരാചാര്യർ നമ്മുടെ പെരിയാറിനെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ചൂർണി പൂർണ്ണ എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ പെരിയാറിനെ ഓർത്തോണേ. അതുപോലെ തന്നെ 99 വെള്ളപ്പൊക്കം 1924 പെരിയാറിലാണ് നടന്നത് കേട്ടോ. 99 വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ 1924. അതുപോലെ തന്നെ കൊല്ലവർഷം 1009 ആണ് കേട്ടോ. അതോടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അത് നമ്മുടെ പെരിയാർ നദിയിലാണ് നടന്നത്. അതുപോലെ തന്നെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദികളാണ് പെരിയാറും പമ്പയും, ഓർത്തിരുന്നാൽ മതി. അടുത്തത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ 209 കിലോമീറ്ററാണ്. ഭാരതപ്പുഴ 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ നൈല്, പൊന്നാനിപ്പുഴ, നിള എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. പ്രാചീന കാലത്ത് ഭാരതപ്പുഴയെ പേരാർ എന്നറിയപ്പെടുന്നു. പേരാർ. അപ്പോൾ ഇങ്ങനെ നാളെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി എന്നൊക്കെ കാണുമ്പോൾ പെരിയാറൊക്കെ ഓപ്ഷനിൽ കാണും. പേരാർ എന്നൊക്കെ അതുകൊണ്ട് നമ്മൾ കറപ്പിക്കല്. പേരാർ എന്നറിയപ്പെടുന്ന നദി എന്ന് പറയുമ്പോൾ ഭാരതപ്പുഴയാണ്. പേരാർ, ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് പേരാർ അറിയപ്പെട്ടിരുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഭാരതപ്പുഴ. അടുത്തത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പമ്പയാണ്. പമ്പയ്ക്ക് 176 കിലോമീറ്ററാണ്. പമ്പയ്ക്ക് 176 കിലോമീറ്ററാണ്. പമ്പ എന്തൊക്കെയാണ് പറയും? പമ്പ ദക്ഷിണ ഭഗീരഥി, ദക്ഷിണ ഗംഗ എന്നൊക്കെ പറയുന്നതല്ലേ പമ്പ എന്ന് പറയുന്നത്, ദക്ഷിണ ഭഗീരഥി. അതുപോലെ തന്നെ പുളിച്ചിമല, ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിലാണ് നമ്മുടെ പമ്പ നദിയുടെ ഉത്ഭവസ്ഥാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പമ്പയെ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നു. പമ്പയെ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ പ്രാചീന കാലത്തെ നെയിമുകൾ ഓർത്ത് വെച്ചോണേ. ചൂർണി പൂർണ്ണ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് പെരിയാറിനെയാണ്, ചൂർണി പൂർണ്ണ. അതുപോലെ തന്നെ പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്നത് ഭാരതപ്പുഴയാണ്. അതുപോലെ തന്നെ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത് പമ്പാ നദിയാണ്. പേരുകൾ മറക്കല്ലേ. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ചാലിയാറാണ്. ചാലിയാറിൻ്റെ നീളം എന്ന് പറയുമ്പോൾ 169 ആണ്. 169 ചാലിയാറിൻ്റെ നീളമായിട്ട് വരുന്നത്. ചാലിയാറിൻ്റെ പ്രത്യേകത എന്താണ്? മെയിൻ പ്രത്യേകത സ്വർണ്ണ നിക്ഷേപം കൂടിയ നദിയാണ് ചാലിയാർ. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കൂടിയ നദിയാണ് ചാലിയാർ. അതുപോലെ തന്നെ സ്വർണ്ണ നിക്ഷേപം കൂടിയതോടുകൂടി തന്നെ മലിനീകരണം കൂടിയ നദിയാണ് ചാലിയാർ. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ കേട്ടോ. ഇവിടെ പക്ഷേ മലിനീകരണം കൂടിയതാണ് ചാലിയാർ. അടുത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള നദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാലക്കുടിപ്പുഴയാണ്. ചാലക്കുടിപ്പുഴ 145.5 കിലോമീറ്ററാണ്. 145.5 കിലോമീറ്ററാണ് ചാലക്കുടിപ്പുഴയുടെ നീളം വരുന്നത്. ചാലക്കുടിപ്പുഴ എന്ന് പറയുമ്പോൾ എന്താണ്? ജൈവ വൈവിധ്യം കൂടുതലായ നദിയാണ്. കേരളത്തിലെ ജൈവ വൈവിധ്യം കൂടുതലായ നദിയാണ് ചാലക്കുടിപ്പുഴ വരുന്നത്. ചാലക്കുടിപ്പുഴയിലാണ് നമ്മുടെ വൈന്തല തടാകമൊക്കെ വരുന്നത്. വൈന്തല തടാകമൊക്കെ ചാലക്കുടിപ്പുഴയിലാണ് വരുന്നത്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ നമ്മുടെ ഈ ചാലക്കുടി പുഴയിലാണ് വരുന്നത്. ജസ്റ്റ് ഇത്ര ഒന്ന് ഓർത്തിരുന്നാൽ മതി. പുഴകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര നദികൾ. പിന്നെ വേറെ ഏതാണ് നദികളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ യു ഷേപ്പിൽ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ യു ഷേപ്പിൽ ഒഴുകുന്ന നദിയുടെ പേരാണ് ചന്ദ്രഗിരി പുഴ കേട്ടോ. നദികളുടെ കാര്യത്തിൽ ഇത്രയൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നാൽ മതി. സ്ഥിരമായിട്ട് പേശി വയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഏതാണ്? പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ എ ഇടുക്കിയാണ്. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഇടുക്കിയാണ്, പെരിയാർ കടുവാ സങ്കേതം. അടുത്തത് കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്? നമ്മൾ ആദ്യമേ പഠിച്ചു, ഓപ്ഷൻ ഡി 6 ആണ്. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുണ്ട്? 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്. അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ എ പാമ്പാടുംചോലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോൺക്രീറ്റ് അണക്കെട്ട് ഉണ്ടോ? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോൺക്രീറ്റ് അണക്കെട്ട് ഓപ്ഷൻ ബി മാട്ടുപ്പെട്ടിയാണ്. മാട്ടുപ്പെട്ടി മൂന്നാറിലല്ലേ? അപ്പം മൂന്നാറിലാണ്. അപ്പോൾ പഠിച്ചു വെച്ചോണം. ഇതൊക്കെ സ്ഥിരമായിട്ട് PSC വയ്ക്കുന്നതാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി മാട്ടുപ്പെട്ടിയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് മാട്ടുപ്പെട്ടി. അടുത്തത് കൊച്ചി മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്ത വർഷം. ഓപ്ഷൻ ബി 2017 ആണ്. കൊച്ചി മെട്രോ റെയിൽ.
അടുത്തത് ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ഫ്രീ പഞ്ചായത്ത്. അപ്പോൾ എന്താണ് ഊർജ്ജായനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ പീലിക്കോടാണ്. മാർക്കല്ലേ, ഓപ്ഷൻ എ പീലിക്കോടാണ്. അടുത്തത് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? നമുക്കറിയാം ഭവാനി പാമ്പാർ ഒക്കെ ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരിയുടെ പോഷക നദിയാണ്. കാവേരി നദിയുടെയാണ്. അതുപോലെ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം. ഓപ്ഷൻ ബി പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ച് കിടക്കാത്തത്? കണ്ടോ, വേമ്പനാട്ടുകായൽ വ്യാപിച്ച് കിടക്കാത്തത് നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ ബി കൊല്ലമാണ് ആൻസർ ആയിട്ടിരുന്നത്. കൊല്ലത്താണ് വേമ്പനാട്ടുകായൽ ഇല്ലാത്തത്. ആലപ്പുഴ, എറണാകുളം, കോട്ടയമൊക്കെ വേമ്പനാട്ടുകായൽ വ്യാപിച്ച് കിടക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റമാണ്. ഓപ്ഷൻ സി മൂലമറ്റമാണ്. മറക്കല്ലേ, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം എന്ന് പറയുന്നത് ഓപ്ഷൻ സി മൂലമറ്റമാണ്. പ്രാചീന കാലത്ത് ചൂർണി എന്ന് അറിയപ്പെട്ടിരുന്നത്, നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചിരുന്നു, പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? പെരിയാറിനെയാണ്. അപ്പോൾ ചൂർണി, പൂർണ്ണ എന്നൊക്കെ പറയുന്നത് പെരിയാറാണ്. പൂർണ്ണ എന്ന് വിളിച്ചത് ശങ്കരാചാര്യരാണ് പെരിയാറിനെ, മറക്കല്ലേ. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? അപ്പോൾ ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഇൽമനൈറ്റ് ആണ്. പഠിച്ചു വെച്ചാണ്, ഇൽമനൈറ്റ് ആണ് ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുര വാതിലുകളിലൂടെ സൂര്യനെ ദക്ഷിക്കാൻ വിഷുവം സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? അപ്പോൾ വിഷുവം ഏത് മാസത്തിലാണ് ഓൾറെഡി വരുന്നത്? ഓപ്ഷൻ എ സെപ്റ്റംബറാണ് ആൻസർ ആയിട്ട് വരുന്നത്, സെപ്റ്റംബർ. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക. അപ്പോൾ കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? ഇൽമനൈറ്റും മോണോസൈറ്റുമാണ്. ഇപ്പോഴേ പഠിച്ചു വെച്ചോ, ഇൽമനൈറ്റും മോണോസൈറ്റുമാണ്. ബോക്സൈറ്റ്, അലൂമിനിയം ഒന്നും നമ്മുടെ തീരപ്രദേശത്ത് കാണപ്പെടുന്നില്ല. അപ്പം ഇൽമനൈറ്റും മോണോസൈറ്റുമാണ് കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ. അപ്പോൾ ഓപ്ഷൻ ബി 1, 4 കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല നമ്മൾ ഓൾറെഡി ഓഫ് കോഴ്സ് പറഞ്ഞതാണ്. എത്ര ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു തന്നു? ഓപ്ഷൻ സി കണ്ണൂരാണ്. കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഓപ്ഷൻ സി കണ്ണൂരാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? ഓപ്ഷൻ ബി നീണ്ടകരയാണ്. മാർക്കല്ല, നീണ്ടകര. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. ചേരുന്ന ജോഡി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എറണാകുളം, വയനാടുമാണ്. വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ്. നമുക്ക് ഊഹിക്കാമല്ലോ, എറണാകുളം ജില്ലയിലാണല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ എറണാകുളം ജില്ലയിലാണ് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ. അപ്പോൾ അവിടെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ വരുന്നത്. പിന്നെ വയനാടായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ കുറവ്. കാരണം വയനാട് വണ്ടികളുടെ എണ്ണമൊക്കെ കുറവല്ലേ, ആളുകളുടെ പോപ്പുലേഷനും ഒക്കെ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വെച്ചോ, വയനാടായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലും, അതുപോലെ തന്നെ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവ് വയനാട് ജില്ലയിലും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നദികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്ന പെരിയാർ നദിയെയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ പറഞ്ഞു, അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ളത് പെരിയാർ നദിയെയാണ്. ചാലക്കുടിപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ചാലക്കുടിപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുപോലെ തന്നെ പമ്പ നദി അഷ്ടമുടിക്കായലിൽ ചേരുന്നു. പമ്പാ നദി അഷ്ടമുടിക്കായലിൽ ചേരുമോ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. പമ്പാ നദി അഷ്ടമുടിക്കായലിൽ ചേരുന്നില്ല. ചാലക്കുടിപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണോ? തെറ്റല്ലേ. ഭാരതപ്പുഴയല്ലേ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. അപ്പം ഇതും തെറ്റാണ്. 2, 3 തെറ്റാണ്. കബനി നദി കാവേരിയിൽ ചേരുന്നത്, അത് 4ാമത്തെ ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? 1, 4 ആൻസറായിട്ട് വരുന്നത്. 1, 4 ഓപ്ഷനിലില്ല. അപ്പം ഡിലീഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ്. 1, 4 ഓപ്ഷനായിട്ടില്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് ആരെയാണ്? പെരിയാർ നദിയാണ്. അത് ശരിയാണല്ലോ. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പറഞ്ഞിരിക്കുന്നത് പെരിയാർ നദിയാണ്. അതുപോലെ തന്നെ ചാലക്കുടിപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന തെറ്റാണ്. ചാലക്കുടിപ്പുഴയല്ല, ഭാരതപ്പുഴയാണ് ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ പമ്പാ നദി അഷ്ടമുടിക്കായലിൽ ചേരുന്നു. തെറ്റാണ്. പമ്പാ നദി വേമ്പനാട്ടുകായലിലാണ് ചേരുന്നത്. അതുപോലെ തന്നെ കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. അത് ശരിയാണ്. കബനി, ഭവാനി, പാമ്പാറെല്ലാം കാവേരിയുടെ പോഷക നദികളാണ്.
അടുത്തത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം ശരിയാണ്, കണ്ണാറയിലാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. ശരിയാണ്, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്തല്ല, കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. അപ്പോൾ ഇഞ്ചി ഗവേഷണ കേന്ദ്രം ഏതാണ്? അമ്പലവയലാണ്. ഇഞ്ചിയൊക്കെ അമ്പലത്തിൽ നടുവെന്ന് ഓർത്ത് വെച്ചാൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? 1, 2, 4 ആണ്. ഓപ്ഷൻ സി 1, 2, 4 ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ശരിയായിട്ടുള്ള ഒന്നുകൂടെ പറയാം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഏതാണ്? കാസർഗോഡാണ്. അതുപോലെ തന്നെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയലാണ്. അടുത്തത് പാലക്കാട്ട് ബന്ധിപ്പിക്കുന്നത് ഇവയെ തമ്മിലാണ്. പാലക്കാട് ബന്ധിപ്പിക്കുന്ന ഇവയെ തമ്മിലാണ്. ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്, ഡിലീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കത് നോക്കണ്ട. അടുത്തത് പമ്പാ നദിയുടെ പതനസ്ഥാനം. പമ്പാ നദിയുടെ പതനസ്ഥാനം നമുക്കറിയാം വേമ്പനാട്ടുകായലാണ് പമ്പാ നദിയുടെ പതന സ്ഥാനമായിട്ട് വരുന്നത്. അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. കേരളത്തിലൂടെ പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് വെച്ചിരിക്കുന്നത്? ഏതാണ്? NH66 ആണ് കേരളത്തിലൂടെ പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത. NH66 ആണ്. NH66 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഏതാണ്? കന്യാകുമാരി ടു പനവേൽ നാഷണൽ ഹൈവേ ആണ്. കന്യാകുമാരി ടു പനവേൽ നാഷണൽ ഹൈവേ ആണ് NH66 എന്ന് പറയുന്നത്. അതാണ് കേരളത്തിലൂടെ പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത. അതുപോലെ തന്നെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണെന്ന് PSC ചോദിക്കും. കേരളത്തിലൂടെ പോകുന്ന ഏതാണ്? NH 966B ആണ്. NH 966B ആണ് കേരളത്തിലൂടെ പോകുന്ന ഏറ്റവും ചെറിയ ദേശീയപാതയാണ്. അത് എവിടുത്തെ കണക്ട് ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. NH 966B കണക്ട് ചെയ്യുന്നത് വില്ലിംഗ്ടൺ ഐലൻഡിനെയും അതുപോലെ തന്നെ കുണ്ടന്നൂരിനെയാണ്. വില്ലിംഗ്ടൺ ഐലൻഡിനെയും കുണ്ടന്നൂരിനെയാണ് ഏറ്റവും ചെറിയ ദേശീയപാത കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ പഴയ പേരാണ് 47A. NH 47 ആണ്, 7A ആണ് NH 966Bയുടെ പഴയ പേര്. അതുപോലെ തന്നെ കേരളത്തിലൂടെ പോകുന്ന NHകളുടെ എണ്ണം 11 NHകളാണ്. നാഷണൽ ഹൈവേ കൂടുതൽ പോകുന്ന ജില്ല എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ്. ഏറ്റവും കുറവ് ജില്ല ഏതാണ്? നാഷണൽ ഹൈവേ പോകുന്നത് വയനാട് ജില്ലയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ബേസിക് ഫാക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു തുറമുഖമാണ്. ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ തുറമുഖം? വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്തെക്കുറിച്ചൊക്കെ കറണ്ട് അഫെയറിനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. പൊന്നാനി എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. ബേപ്പൂർ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. പയ്യാമ്പലം എവിടെയാണ്? കണ്ണൂരാണ്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏതാണ്? ഇടുക്കി അണക്കെട്ടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഇടുക്കി അണക്കെട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. ഓപ്ഷൻ എ, പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. പിന്നെ ഇത് 2024 LDC ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൂടെ നമുക്ക് നോക്കാം. ജസ്റ്റ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 3 ആണ്. NW3 ആണ്. ദേശീയ ജലപാത 3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ മറ്റൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ കേട്ടോ. വെസ്റ്റ് കോസ്റ്റ് കനാൽ. അതുപോലെ അത് ബന്ധിപ്പിക്കുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു ദേശീയ ജലപാത 3 ബന്ധിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് ചേഞ്ച് വന്നിട്ടുണ്ട്. കൊല്ലം മുതൽ കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. ഇപ്പം 2 ഓപ്ഷനും നമ്മുടെ PSC ഓപ്ഷൻ 2 തരുവാണെങ്കിൽ, അതായത് കൊല്ലം മുതൽ കോട്ടപ്പുറം, കൊല്ലം മുതൽ കോഴിക്കോടും തരുവാണെങ്കിൽ നിങ്ങൾ കൊല്ലം മുതൽ കോഴിക്കോട് കടപ്പിച്ചു. നിലവിൽ ഇപ്പം കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. അഥവാ കൊല്ലം കോഴിക്കോട് നിന്ന് മാത്രമേ ഉള്ളെങ്കിൽ അത് കറപ്പിച്ചോണേ. അപ്പം ദേശീയ ജലപാത 3 കണക്ട് ചെയ്യുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം, അല്ലെങ്കിൽ ഇപ്പം നിലവിൽ കൊല്ലം മുതൽ കോഴിക്കോട് കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതാണ്? അതിൻ്റെ എളുപ്പമാണല്ലേ. ആൻസർ ഓപ്ഷൻ എ, പാലക്കാട് പിടിക്കുകയാണ്. കടൽത്തീരമില്ലാത്ത ജില്ലകളിലാണ് കണ്ടൽ വനങ്ങൾ കാണാത്തത്. അപ്പോൾ പാലക്കാട് പിടിക്കുകയാണ്. ബാക്കി എല്ലാ ജില്ലകളിലും കടൽത്തീരങ്ങളുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേരള ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഒട്ടുമിക്ക LD ലെവൽ എക്സാംസിന് ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 2022, 2023, 2024 ചോദിച്ചിട്ടുള്ള LD ബേസ് ചെയ്തുള്ള പരീക്ഷകളുടെ കേരള ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട
കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെടും. കാരണം കേരള ഭൂമിശാസ്ത്രത്തിന് 2 മാർക്കാണ് PSC ചോദിക്കുന്നത് LDC പരീക്ഷയ്ക്ക്. 1 or 2 ചോദിക്കാം. മെയിനായിട്ട് 2 മാർക്കാണ് സ്ഥിരമായിട്ട് LDCക്ക് ചോദിച്ചുകൊണ്ടിരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജോഗ്രഫി പാർട്ടിൽ നിന്ന് 2 മാർക്ക് ഇന്ത്യൻ ജോഗ്രഫി, 2 മാർക്ക് കേരള ജോഗ്രഫി, 1 മാർക്ക് വേൾഡ് ജോഗ്രഫി, അങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയർ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഒരു 90% ഇതുമായിട്ട് റിലേറ്റഡ് ഫാക്റ്റൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കേരള ഭൂമിശാസ്ത്രത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും റിലേറ്റഡ് ഫാക്റ്റും ഒക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കേരള ഭൂമിശാസ്ത്രത്തിലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മുൻപ് ചെയ്ത ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ IT, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്, ഇതെല്ലാം മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ മിഷൻ LDC എന്ന് പറഞ്ഞ റിവിഷൻ സീരീസ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടി മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്താണ് ക്ലാസ്സസ് ചെയ്യുന്നത്. മാക്സിമം എല്ലാം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് റിവിഷൻ സീരീസിൻ്റെ. താങ്ക് യു ഓൾ.